Hi guys, welcome to Trinika Maria YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു അയല റോസ്റ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി കഴുകിയിട്ട് ജാറിലോട്ടിടാം. പിന്നെ കൊച്ചുള്ളി ഇഞ്ചിയാണ്, ഇതും കഴുകിയിട്ട് നമുക്ക് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി വേണ്ട മസാല കൂട്ടിനകത്താണ് അതിനകത്തൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിനകത്ത് മുളക് പൊടി ഇട്ട്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ ശകലം ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിനകത്ത് പുളി വെള്ളമാണ് ഒഴിക്കുന്നത്. വീട് റോഡ് സൈഡ് ആയതുകൊണ്ടേ ഈ വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ ഒച്ചകളൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം നമ്മൾ കലക്കി എടുത്തിട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടെ ഇതിനകത്ത് നമ്മൾ ഇടുകയാണ്. കുറച്ച് തോനെ വേണേ, കൊച്ചുള്ളി കരിയും നല്ല ഗ്രേവി കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. കൊച്ചുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രയ്ക്കും നല്ലതാണ്. പിന്നെ മീനിന് അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻ എനിക്ക് ഇച്ചിരി തോനെ ഉണ്ടായില്ല, നല്ല പച്ച അയില ഞങ്ങൾ ചെന്ന് മേടിച്ച് കടയിൽ ചെന്നിട്ട് പിന്നെ അയിലയിലോട്ട് ഈ മസാലകളെല്ലാം അങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് ചേർക്കുക.
ഇത് നല്ല ടേസ്റ്റാണ്. ചീനിയുടെ കൂടെ ബെസ്റ്റാണ്. പിന്നെ എന്തുവാ, ചപ്പാത്തി, പിന്നെ പൊറോട്ട, അരിപ്പത്തിരിയിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം അരിപ്പത്തിരിയൊക്കെ ഉണ്ടാകുന്നത് ഇടാം കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് നമുക്കിനി ഇത് എല്ലാം ഈ മസാല കൂട്ടുകൾ കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ട് ഇതിനകത്തോട്ട് ഈ മീൻ അങ്ങോട്ട് അടുക്കുക. കുറച്ചും കൂടെ പുളിവെള്ളം എടുക്കുകയാണ്. കാര്യം അയില ഇച്ചിരി തോനെ ഉണ്ടായിരുന്നു. ഇച്ചിരി പുളി കൂടുതൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആ പ്ലേറ്റ് കഴിയ വെള്ളം വേറെ നമ്മൾ വേറെ ഒന്നും ഒഴിക്കത്തില്ല. ഇത് തന്നെയാണ് വെള്ളം. വേറെ നമുക്ക് ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയ തീയിലിട്ട് പുളിയും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇത് പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നമുക്ക് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നേരത്തെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിരുന്ന അയിലയാണ്. ഇനി ഇത് നമുക്ക് തീ കത്തിച്ചിട്ട് ഇതിനകത്ത് വയ്ക്കാം. പിന്നെ അതിനകത്ത് വേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചാൽ മതി. കാര്യം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര പൊള്ളുന്ന വിലയാണ്. അതുകൊണ്ട് ആരും വെളിച്ചെണ്ണ കൂട്ടരുതെന്ന് പറയുന്നില്ല, കൂട്ടണം. കുറച്ചാൽ ആരോഗ്യത്തിന് നല്ലത്, പാചകത്തിനും ടേസ്റ്റ് കുറയുന്നേ ഉള്ളൂ. ഇത് ചെറുതീ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. അപ്പം നമുക്കിതിന് അടച്ചു വയ്ക്കാം. ഇത് വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പമായതുകൊണ്ടാണ് വെച്ച് അടയ്ക്കുന്നത്. ഇതിന് ഉള്ളത് വേറെ തട്ടാണുള്ളത്, കണ്ണാണ്ടിയുള്ളത്. ഞാൻ പിന്നീട് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. തുറന്നപ്പോഴത്തേന് അത്യാവശ്യം തിളച്ച് വരുന്നു. പക്ഷെ ഞാൻ കരണ്ടി ഇട്ടിട്ടില്ല. കൈ കൊണ്ട് നമ്മൾ 2 സൈഡും പിടിച്ചൊന്ന് കുലുക്കി കൊടുത്താൽ മതി. കാര്യം കരണ്ടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അത് മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, വെന്തില്ലല്ലേ. ഒരു 1/4 മണിക്കൂറോളം ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് വേവിച്ചത്. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിച്ചില്ല. പക്ഷേ മറ്റേതെങ്കിലും പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കുക. അപ്പോൾ ശകലം വെള്ളം കൂടെ നമ്മൾ കൂടുതൽ ചേർത്താലും മതി. പക്ഷേ കഴിവതും ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിരുന്നു. വേവിച്ചതിന് ശേഷം കരണ്ടി ഇട്ടത് മീൻ വെന്ത് എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ കരണ്ടി ഇട്ട് പതുക്കെ അത് ഇളക്കിയിടാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഇളക്കുമ്പോൾ മീൻ പൊടിയാതെ നമ്മൾ നോക്കണം. ഈ കാണിക്കുന്ന കണക്ക് ചെറുതായിട്ട് നമ്മൾ പതുക്കെ വേണം ഇത് ഇളക്കിയിടാൻ. മീൻ പൊരിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ മറിച്ചിടേണ്ടത് അതുപോലെ വേണം ഇത് നമ്മൾ മറിച്ചും തിരിച്ചിടാനായിട്ട്. പിന്നെ മീൻ വെന്തു മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വേവിപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഞങ്ങളിവിടെ നിന്ന് ചോറിൻ്റെ കൂടെ തന്നെ കഴിച്ചിട്ടുള്ളത്. അതിലൊരു പ്രാവശ്യം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നോക്കണം.
അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ, അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ഇടാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.